കോഴി അടിയിരിക്കാനുള്ള ഒരു പ്രവണത കാണിച്ചു. അതിനൊരു മൂഡ് സെറ്റ് ചെയ്ത് കൊടുത്തു. തൃശ്ശൂലൊക്കെ ആയിട്ട് രണ്ടാള് പോണ ചെങ്ങായി, നീ അവരുടെ ആളല്ല, നീ വേറെയാണ്. അത് അപ്പോഴേക്ക് ഈ പണ്ടാരങ്ങളെല്ലാം പോണ. ഇടക്കൊക്കെ ഒന്ന് ബിസി ആവുന്ന എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ലാണ്ടിരിക്കുന്നതിനേക്കാളും നല്ലതല്ലേ. ഞാൻ വീണ്ടും ഒന്നും കൂടി നാട്ടിൽ പോവാണ്. കഴിഞ്ഞ ആഴ്ച വന്നതേ ഉള്ളൂ, എന്നാലും ഇപ്പൊ പോയി കഴിഞ്ഞാൽ കാര്യമുണ്ട്. ഇതേ സമയത്ത് അക്ഷയ എന്നെക്കാളും ബിസിയാ. തുർക്കിയുടെ തെരുവുകളിലൂടെ ഞാനിങ്ങനെ അന്ധയെ പോലെ നടന്നുകൊണ്ടിരിക്കുന്നു. രണ്ടാമത്തെ ലൈം ജ്യൂസാണ്. ആസ് ഓൾവേസ് കണ്ണൂർ എയർപോർട്ടിൽ വന്നിട്ട് 2 ലൈം ജ്യൂസൊക്കെ കുടിച്ച് കുറേ നേരം ഇവിടെ ഇരിക്കുമ്പോഴേ സായിജുമോൻ അവിടെ നിന്ന് ഇങ്ങോട്ട് എഴുന്നള്ളുള്ളൂ. ഓ, ഒടുവിൽ സാറത്തി. വൈകുന്നേരം 3:30 ചോറ് വാങ്ങി തരുന്ന പറഞ്ഞുകൊണ്ട് സായിജ് ഇങ്ങനെ എവിടെയോ കൊണ്ടുപോകുന്നുണ്ട്. കോടതിന്റെ മുമ്പ് തന്നെ വണ്ടി പാർക്ക് ചെയ്തിട്ട് ഫൈൻ എളുപ്പത്തിൽ കിട്ടാൻ വേണ്ടിട്ടാ. ഒരു കുഞ്ഞു റെസ്റ്റോറന്റ്, അവിടെ ചോറുണ്ടായിരുന്നു, മീൻ പൊരിച്ചൊക്കെ തീർന്നിട്ടുണ്ടായിരുന്നു. അവസാനം കൂന്തലും കൂട്ടി ചോറിട്ടിട്ട് വീട്ടിലേക്ക് പോവാണ്. കഴിഞ്ഞ ആഴ്ച വീട്ടിൽ നിന്ന് തിരിച്ച് ഖത്തറിൽ പോയതേ ഉള്ളൂ. അതുകൊണ്ട് സർപ്രൈസ് ഒന്നുമില്ല, പുതുമയൊന്നുമില്ല കാണിക്കാൻ. കഴിഞ്ഞ ആഴ്ചകളിൽ കാണിച്ചതേ ഉള്ളൂ. നാട്ടിൽ നിന്ന് കുറച്ച് പ്രൊമോ വർക്കുകൾ കൂടി വന്നതുകൊണ്ട് ഇപ്പോൾ വന്നു കഴിഞ്ഞാൽ കുറച്ച് കാശ് കിട്ടുന്നുള്ളതിനെ കൊണ്ട് മാത്രം 2-3 ദിവസത്തേക്ക് വരുന്നതാണ്. ആ സമയത്ത് ഖത്തറിൽ നിന്ന് വരുന്ന എൻക്വയറി ഇല്ലാണ്ടാവരുത് എന്നുള്ളത് മാത്രമേ എൻ്റെ മനസ്സിലുള്ളൂ. സായിജുമോൻ ഇന്ന് ഡിഫറെന്റ് റൂട്ടിലൂടെയാണ് പോണത്. പൊതുവെ നമ്മൾ PRNSS മട്ടന്നൂർ കോളേജിന്റെ ആ വഴിക്കാണ് ശ്രീകണ്ഠാപുരത്തേക്ക് പോകാറുള്ളത്. അപ്പോൾ ഇരിക്കൂർ ടൗൺ കണക്ട് ചെയ്യില്ല. ഇതിപ്പോൾ ഇരിക്കൂർ ടൗണൊക്കെ കണക്ട് ചെയ്യുന്ന രീതിയിൽ മരുതായി എന്നൊക്കെ പറയുന്ന സ്ഥലത്തൂടെ, മരുതായി പാലം. എനിക്ക് ഇങ്ങനെയുള്ള റൂട്ടിൽ ഡ്രൈവ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. അതായത് നല്ല പച്ചപ്പൊക്കെ നിറഞ്ഞ തണലൊക്കെയുള്ള റോഡിലൂടെ ഉള്ള ഡ്രൈവ്, പുഴക്കരയിലൂടെയൊക്കെയുള്ള ഡ്രൈവായിരുന്നു. ഈ റൂട്ട് നല്ല ഇഷ്ടപ്പെട്ടു. ഇനി വരുന്ന സമയത്തൊക്കെ ഇതുവഴി പോകാമെന്നുള്ളൊരു ഉദ്ദേശം എനിക്കുണ്ട്. ഈ പോകുന്നത് നേരെ ഇരിക്കൂറിൻ്റെ തൊട്ടടുത്താണ് ജോയിൻ ചെയ്യുക. എന്നിട്ട് ഇരിക്കൂർ ടൗൺ പാസ് ചെയ്തിട്ട് വേണം നമ്മളിനി ശ്രീകണ്ഠാപുരത്തേക്ക് പോകാം. പൊതുവേ നമ്മൾ പോകാറുള്ളത് കൊളപ്പ എന്നൊക്കെ പറയുന്ന സ്ഥലത്തൂടെ നേരെ ഇരിക്കൂർ പാലത്തിൻ്റെ അടുത്ത് ജോയിൻ ചെയ്തിട്ട് ശ്രീകണ്ഠാപുരത്തേക്ക് പോകുന്നതാണ്. ഇങ്ങനെ ഒരു റൂട്ട് കൂടി നമ്മുടെയൊക്കെ വീട്ടിലേക്ക് പോകാനുണ്ട് എന്നുള്ളതാണ്. പൊതുവെ പോകാറില്ല, ആദ്യമായിട്ടാണ് പോണത്. അങ്ങനെ ഇല്ലത്തെത്തി. സ്കൂള് വിടാൻ നിൽക്കുന്ന പിള്ളേരെ പോലെ നിൽക്കുന്നൊക്കെ കുറേ പേര് വെച്ച് താറാവ് എവിടെ അന്ന് വാങ്ങിയതിനെ പിന്നെ കണ്ടില്ലല്ലോ. അതെ വലുതായിട്ടല്ലോ, ഭയങ്കര ഫാസ്റ്റ് ഗ്രോയിങ് ആണ്. ഇതെന്തായത് അങ്ങോട്ട് ഉള്ളിലേക്ക് കൊണ്ടു കൊടുക്കണം. ഇത് മറ്റേ പൊടിയാണ്. ഇത് ഒന്നും തിന്നാൻ കിട്ടാത്ത കളികളല്ല. ശ്രീകണ്ഠാപുരം സമുദ്രപാറിന്റെ മുമ്പ് നിന്ന് വാങ്ങിയ താറാവുകളായത്. അവര് അടക്കമുള്ള ടീമാണ് കേട്ടോ. പക്ഷെ ഇതിന് വെള്ളത്തിലൊന്നും പോണ്ട. അതിന് വെള്ളത്തിലൊന്നും പോണ്ട. ഒരു താൽക്കാലിക കുളം, വലിയ കുളാടെ ആക്കണം. അവിടെ ഒരു കുഴി കുഴിച്ചാ പോരെ. ഇവര് ആ സാധനം എടുത്തിട്ട് വെള്ളത്തിൽ കഴുകിയിട്ടേ തിന്നുള്ളൂ അല്ലേ? വെള്ളത്തിൽ ഇപ്പൊ ചെയ്യുന്നത് ഇത് വെള്ളം കുടിക്കാണോ? മറ്റേ തൊണ്ടക്ക് കുടിക്കാണ്ടിരിക്കാൻ വേണ്ടി അവിടുന്ന് സാധനം എടുത്ത് വെള്ളത്തിൽ മുക്കിയിട്ടാ തിന്നുള്ളത്. വെറുതെ ലൈറ്റിലേക്ക് തിന്നാൻ സമയം കിട്ടുന്നതിന് മുമ്പ് കോഴി അതിൽ തീർക്കും. കോഴി ആലോചിക്കും ഇപ്പൊ എങ്ങനെ തിന്നണ്ട. ആ കോഴി കൺഫ്യൂഷനായി. ഇവര് വേറെന്താ ഫുഡാണല്ലോ കഴിക്കണത്. ആ കോഴി ചിന്തിക്കുകയാണ്, ഇവര് ഇതൊന്നും എടുത്തിട്ട് ഇപ്പുറത്ത് കുത്തിയിട്ടാ കഴിക്കുന്നത്. ഇത് ഞാൻ അങ്ങനെയാണോ തിന്നണ്ടെന്ന് ആലോചിക്കണത്. ഇനി പുതിയ ആൾക്കാരൊക്കെ ഉണ്ടേ. അതിന് എടുക്കണം. താറാവ് അതിന്റെ കോഴി അതിന്റെ ചിറകിനിടയിലല്ലേ കോഴി കുഞ്ഞുങ്ങളെ വെക്കുക. കോഴിമുട്ട വിരിഞ്ഞുള്ളൂ. സായിച്ച് മറ്റേ എന്തോ ആക്കിയതല്ലേ ഇതിന് നിങ്ങൾ ആടി ഇരിക്കാൻ വേണ്ടിട്ട് പ്രേരിപ്പിച്ചു. 4 പേരുണ്ട്. ഓയ്യോ ഇത് പുറത്തിറങ്ങി നടക്കാൻ തുടങ്ങിയാ? അയ്യോ, ഇന്ന് രാവിലെ വിരിയുന്നത്. ഇന്ന് രാവിലെ വിരിഞ്ഞത്രേ. ചൂടോടെ ഉണ്ടായതാണ്. 21ാമത്തെ ദിവസം കറക്റ്റ്. ആ കണക്കെല്ലാം കറക്റ്റാ. 21ാമത്തെ ദിവസം കഴിഞ്ഞതിന് അപ്പുറത്തെ വെള്ളിയാഴ്ച വെച്ചു. ഈ വെള്ളിയാഴ്ച 7/21 കറക്റ്റ്. ആ കോഴി വിരിയുമ്പോ തന്നെ വലിയ കോഴി വന്നു. ഏത് വലിയ കോഴി? നീ തന്നെ. ഞാൻ വിചാരിച്ചു അതിന് പറയുന്നത് ഇതിന്റെ ഫാദർ എന്നൊക്കെ പറയാൻ പറ്റുന്ന രീതിയിൽ ഇറങ്ങും വന്നു. രാധുമോള് കണ്ടതിനാ? രാധുമോള് കണ്ടിട്ടാ പോയത്. രാധുമോള് പക്ഷെ ഇതിനെ കണ്ടില്ല. രാവിലെ 3 മണി വിരിഞ്ഞു ഇവിടെ പോകുന്ന വരെ. ഞാൻ വന്ന ദിവസം കറക്റ്റ് ആയിട്ട് വിരിഞ്ഞ് പുറത്തിറങ്ങിയ ടീംസ് ആട്ടാ. ആ കോഴി അടിയിരിക്കാനുള്ള ഒരു പ്രവണത കാണിച്ചു. അതിനൊരു മൂഡ് സെറ്റ് ചെയ്ത് കൊടുത്തു. മറ്റേ ആംബിയൻസ് കൊടുത്തു. അതെങ്കിലും അടുത്ത ടീമിൽ ഇരുത്തിയിട്ടുണ്ട്. എന്താവും അറിയില്ല. ഇതിനുള്ളിൽ വേറെ മുട്ട വെച്ചിട്ടുണ്ട്. അവിടെ 6 ആണെങ്കിൽ ഇവിടെ 9 വെച്ചിട്ടുണ്ട്. 6ൽ 4 അവിടെ കിട്ടിയേ. പാമ്പങ്ങാനം വന്ന് കയറുവാ ഹോളിലൂടെ. രാത്രി ആകുമ്പോഴത്തേക്ക് എടുത്താത്തു. കോഴികളെ മാത്രമല്ല കാറുകളെയും ഇണ ചേർക്കാൻ എനിക്കറിയാമെന്ന് പറഞ്ഞുകൊണ്ട് സായിജ് 2 വണ്ടികൾ ഇണ ചേർക്കുന്നു.
അല്ല എല്ലാ ദിവസവും ഈ വണ്ടി സ്റ്റാർട്ട് ആക്കുന്ന എങ്ങനെയാ? ആ എന്നെ കൊല്ലുന്ന പക്ഷേ സ്റ്റാർട്ടായി. നിങ്ങള് പാർക്കിങ്ങിലിട്ടല്ലേ ആക്സിലേറ്റർ കൊടുക്കണത്? അടുത്ത സമ്പാദ്യം ഇതെന്താ? ഓ കൊള്ളാലോ, എന്തെല്ലോ കിട്ടിയിട്ടുണ്ട്. സഞ്ചരിക്കുന്ന ആകാശവാണി മേടിച്ചിട്ടുണ്ട്. ഓ ഇവിടെ ഇവിടുന്ന് റേഡിയോ പ്ലേ ചെയ്യുന്ന അണ്ടി വറുക്കാൻ പോയതാണെന്ന്. മാരകായുധങ്ങളുമായി നടക്കുവാണെങ്കിലും ഞാനൊരു ലോല ഹൃദയനാണെന്നുള്ള രീതിയിൽ പാട്ടൊക്കെ രകീഷ് എന്ന് പാടുന്ന പണിപാളും നേരം. കാരണം ഇനിയിപ്പോ സ്ഥിരമായിട്ട് ഈ വണ്ടി കൂടെ തന്നെ കൊണ്ടു നടന്നോ? വൈക്ക് നോക്ക്, തൃശ്ശൂലൊക്കെ ആയിട്ട് രണ്ടാള് പോണ. എന്താ പരിപാടി? ഡാൻസ് ഉണ്ട്. കൊള്ളാം, നല്ല രസമുണ്ട്. മേക്കപ്പിൽ ഇങ്ങനെ ഇറങ്ങിയിട്ട് വരണം ഒരു ദിവസം. രാത്രിക്കൊക്കെ തിരിച്ചു വരുന്ന സമയത്ത് അതുപോലെ മേക്കപ്പിൽ കാണണം. പിന്നെ പടത്തിലെ ഓരോ ഡയലോഗ് ഇവിടെ ഇരുന്നിട്ട് ഇവിടുന്ന് പറയുന്നത്. അത്താഴപ്പഷ്ണിക്കാരുണ്ടോ? പണ്ട് സിനിമയിലൊക്കെ കണ്ടിട്ടില്ലേ? ഇവിടെ പാല് വെച്ചിട്ട് പോയിട്ടുണ്ടായിരുന്നു, അത് എടുക്കാൻ വന്നതാ. ഞാനൊന്ന് ഉറങ്ങി എഴുന്നേറ്റപ്പോഴേക്ക് ഈ വീട്ടിലുള്ള ആൾക്കാരൊക്കെ പല സ്ഥലങ്ങളിൽ പോയിട്ടാണുള്ളത്. ഇവർക്ക് പുല്ല് കൊടുക്കാൻ ആരും ഇല്ലത്രേ. ഞാൻ തരാം കുട്ടികളെ, ഞാൻ തരാം. പുല്ലൊക്കെ അച്ഛൻ ഓൾറെഡി അരിഞ്ഞ് വെക്കുന്നതിനെ കൊണ്ട് എനിക്കിങ്ങനെ എടുത്ത് കൊടുത്താൽ മതി, വേറെ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ഓക്കെ, ഹാപ്പിയാണോ? താങ്ക്സ് ഒന്നും വേണ്ട, കുഴപ്പമില്ല. ഓക്കെ എന്നെ നന്ദിയൊന്നും പറയണ്ട. നീ നന്ദി പറയണ്ട. തലയടിച്ച് കിട്ടണം. ഞാൻ എന്നാ ഈ വീട്ടിലെ എല്ലാ ജീവജാലങ്ങളുടെയും നന്ദി വാങ്ങട്ടെ. ശരി, നിൽക്കൂ. വെയിറ്റ്. മര്യാദക്കാണെങ്കിൽ ഞാൻ മര്യാദക്കാണ്. ഓവറായി കഴിഞ്ഞാൽ ഞാൻ ഒന്നും തരൂല കേട്ടോ. മാറിയേക്ക്, ദൂരെ പോ. എൻ്റെ എന്നാ പിന്നെ നമുക്ക് തന്നു തന്നെ കേട്ടോ. ഈ രീതിയിലുള്ള പെരുമാറ്റമാണെങ്കിൽ ശരിയാവില്ല. അങ്ങോട്ട് മാറിയേക്ക്. എല്ലാരും മാറി നിൽക്കങ്ങായി. എല്ലാവർക്കും പല ഇടങ്ങളിലായിട്ട് ഞാൻ സംഭവം സെറ്റായി കൊടുത്തു. ശല്യമില്ലല്ലോ ആയിരിക്കും. എന്റെ ചെങ്ങായിമാരെ, നിങ്ങൾക്കല്ലേ അപ്പുറത്ത് വെച്ചേക്കുന്നേ. കോഴികൾ സ്ഥലം വിട്. നിനക്ക് അങ്ങോട്ടുണ്ട്. നീ വേറെ ടീം. താറാവിന്റെ ടീമിലാണ് അവർ കഴിക്കുന്നത്. നീക്ക് സെപ്പറേറ്റ് ഉണ്ട്. അങ്ങോട്ട് പോ. പോ. കുണുങ്ങി പോ. നോക്കാം ഓരോന്ന്. അതിന് അവരുടെ ടീമായി. നീ ഇങ്ങോട്ട് പോകരുത് കേട്ടോ. അവരുടേത് വേറെ ഏരിയ. നിങ്ങൾക്ക് 3 സ്ഥലത്തായിട്ട് ഞാൻ തന്നിട്ടുണ്ട്. എത്ര വലിയ റിസ്ക്. എന്റെ ചെങ്ങായി, അവർ പാവങ്ങൾ അവിടെ തിന്നോട്ട്. നീ എവിടെയെങ്കിലും പോയട്ടെ. അതിൻ്റെ ഇടയിൽ പോണം അവിടെ. അതല്ലേ തിന്നുന്നതായിട്ട് നിങ്ങൾ അത് തിന്നാ പോരാ എനിക്ക്. അതല്ലേ അവർ തിന്നാ പോരാ എനിക്ക്. അതാ കുണുങ്ങി പോന്ന്. ചെങ്ങായി, നീ അവരുടെ ആളല്ല, നീ വേറെയാണ്. അത് അപ്പോഴേക്ക് ഈ പണ്ടാരങ്ങളെല്ലാം പോന്ന. എന്തേലും തിന്നാണ്ടിരിക്കോ? എന്ത് പണ്ടാരങ്ങൾ. വല്ലാത്തൊരു ടാസ്ക് തന്നെ ഇത്. മോനെ, ഇത് വേണ്ട. എന്ത് ഡീസന്റ് പിള്ളേരാണ്. ഇവിടെ ഒരു ജീവിയും കൂടി ബാക്കിയുണ്ട്. ഇത് ശിബുക്കുട്ടൻ. കണ്ടിച്ചോ? കഴിക്കാനൊക്കെ ഒരു ഷാറുണ്ട്. സോ അങ്ങനെ നാട്ടിൽ ജസ്റ്റ് വന്നപ്പോൾ ഒരു വീഡിയോ ഇട്ടുവന്നേ ഉള്ളൂ. ബാക്കി വിശേഷങ്ങൾ വഴിയുണ്ടെങ്കിൽ പറയാം. കാരണം ഞാൻ 1-2 ദിവസത്തേക്കാണ് വരുന്നത്. ഇനിയുള്ള ഒരു 2-3 മാസങ്ങളിൽ ഞാൻ ഈ പറയുന്ന പോലെ കുറച്ച് ദിവസത്തേക്ക് നാട്ടിൽ വരികയും തിരിച്ചു പോവുകയും വീണ്ടും വരികയൊക്കെ ചെയ്തുകൊണ്ടിരിക്കും. അത് കുറച്ച് കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. അതിൻ്റെ കാര്യം അത് കഴിഞ്ഞിട്ട് പറയാം. അങ്ങനെ സംഭവം വരുന്നുണ്ട്. പിന്നെ ഇവിടെ പ്രൊമോ വർക്കുകളും അവിടെ പ്രൊമോ വർക്കുകളൊക്കെ ഉണ്ടാകുമ്പോൾ അതാണല്ലോ നമ്മുടെ ബ്രെഡ് ആൻഡ് ബട്ടർ. അപ്പോൾ തീർച്ചയായിട്ടും ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കണം. സോ അതിൻ്റെ ഇടയിൽ ഇങ്ങനെ വരുന്ന സമയത്തുള്ളതൊക്കെ ഞാനിങ്ങനെ വീഡിയോ എടുത്തിടാം കേട്ടോ. യൂട്യൂബിൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണം. RJ സൂരജ് ഫാമിലി വ്ളോഗ്സ് എന്ന് സെർച്ച് ചെയ്ത് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് അതിലൊരു സപ്പോർട്ട് തരണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. തന്നു കഴിഞ്ഞാൽ നല്ലത്. ഇനി അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാമിലും ഫേസ്ബുക്കിലൊക്കെ കാണുന്നവർ ഫോളോ ചെയ്യണം കേട്ടോ. ബാക്കി വിശേഷങ്ങൾ ഇനി അടുത്ത ദിവസം മടമ്പം പള്ളിയിൽ പെരുന്നാളുണ്ടാവുമല്ലോ. അപ്പോൾ അതിൻ്റെയൊക്കെ നാളത്തെ ദിവസം ഞാൻ വീഡിയോ ആക്കിയിട്ട് എഡിറ്റൊക്കെ ചെയ്ത് സെറ്റാക്കിയിട്ട് ഇടാം കേട്ടോ. അങ്ങനെ കുറേ കാര്യങ്ങൾ വഴി വരുന്നുണ്ട്. ഇത്രയും വലിയ വീഡിയോ ആയിരുന്നു. ഇതുവരെ കണ്ട ആൾക്കാർ, ഈ ഒരു പോയിന്റ് വരെ കണ്ട ആളാണെങ്കിൽ അത് പറഞ്ഞുകൊണ്ടൊരു കമൻറ്റ് ഇടണേ.